ആദ്യം ഡോക്ടർ സന്തോഷ് കുമാർ, വീണ്ടും ഒരു കോവിഡ് കാലം എന്ന് ദൗർഭാഗ്യവശാൽ വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ ഈ 5 മരണം ഇന്ത്യയിൽ സ്ഥിരീകരിക്കുമ്പോൾ അതൊന്ന് കേരളത്തിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തുന്നത് കേരളത്തിലാണ്. സ്വാഭാവികമായിട്ടും കേസുകളുടെ എണ്ണം കൂടുതലായിരിക്കും എന്നത് അങ്ങനെ മുഖവിലേക്ക് എടുക്കുമ്പോൾ പോലും വലിയ ആശങ്കയിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലല്ല സംസ്ഥാനം എന്നുണ്ടോ? ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ നമ്മള് 2019 അവസാനം കോവിഡ് ലാസ്റ്റ് എപ്പിഡമിക് തുടങ്ങിയിട്ട് 22 തീരുന്നവരേക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു ഇൻക്രീസ് ഒക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമ്മളത് ഈ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടത് നേരത്തെ ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരുന്ന പനിയുടെ ഒരു തോതുണ്ടല്ലോ, ആ തോത് ഇപ്പോഴത്തെ പനിയുടെ തോതും ആയിട്ട് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ ഈ കോവിഡ് എന്ന് പറഞ്ഞത് മാത്രം എടുത്ത് പരിശോധിക്കുമ്പോഴാണ്, അതായത് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കോവിഡ് ആണോ, കോവിഡിന്റെ ഒരു പുതിയ എപ്പിഡമിക് ആണോ എന്നൊക്കെ നമുക്ക് ഇപ്പൊ ഒരു സംശയം തോന്നുന്നത്. മുമ്പൊക്കെ പനി വന്നിട്ട് ആൾക്കാർ ഇതുപോലെ തന്നെ ഈ പറയുന്ന മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പനി എല്ലാ സമയവും എല്ലാ വർഷവും ഒക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അത് ഇപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംഭവമല്ല. അന്ന് ടെസ്റ്റിങ് വാസ്തവത്തിൽ നമുക്ക് ഒന്നും ചെയ്തിരുന്നില്ല. ഇതുപോലുള്ള പനി ഇൻഫ്ലുവൻസ പനി ആയിരിക്കാം, ഈ പറയുന്ന കോവിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സാഴ്സ് ആയിരിക്കാം, അങ്ങനെ ഒത്തിരി വിവിധ തരമുള്ള പനികൾ സാധാരണഗതിയിൽ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതായത് ഡോക്ടർ പല വകഭേദങ്ങൾ വന്നു പോയിരുന്നു. ഇത്തവണ ഈ LF7 ഒമിക്രോണിന്റെ വകഭേദമായിട്ടുള്ള LF7 അത് വലിയ ആശങ്കപ്പെടുത്തേണ്ടതല്ല, പക്ഷെ പെട്ടെന്ന് വ്യാപിക്കും, അങ്ങനെ തന്നെ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടല്ലോ. അതല്ല, ഇപ്പോൾ ഈ മഴക്കാലത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന പലതരം പകർച്ചപ്പനികൾ ഒന്നുപോലെ കണക്കാക്കിയാൽ മതി എന്നുകൂടിയാണോ? ഇപ്പോഴുണ്ടാവുന്ന ഇതിന്റെ കൂടെ ഉണ്ടാവുന്ന നമുക്ക് ഡെങ്കു ചെറുതായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വന്നിട്ടുണ്ട്, ഈ കോവിഡ് വന്നിട്ടുണ്ട്, സാഴ്സ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള നിരവധി പനികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മൊത്തം കണക്ക് മൊത്തം ഇന്ത്യയിൽ എടുക്കുമ്പോഴാണ് 4000 എന്നൊക്കെ സംഭവം മൊത്തം ഇന്ത്യക്ക് അകത്താണ് ഉള്ളത്. കേരളത്തിനകത്ത് അത് പിന്നെയും കുറവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കേസുകൾ കൂടുന്നുണ്ട് എന്ന് മാത്രമല്ല, പ്രായമായ ആൾക്കാർക്ക് ഈ പറയുന്ന കുറച്ച് മരണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോ ഇത് വെച്ചുകൊണ്ട് ഒരു എപ്പിഡമിക് ആണെന്ന് പറയാനുള്ള തോതിലുള്ള ഒരു സംഭവം. അല്ല ഡോക്ടർ, അപ്പോഴും ഞാനൊന്ന് ഇടപെടുന്നത് ക്ഷമിക്കണം, പക്ഷേ ഈ 4000 കേസിൽ 35% എന്ന് പറയുന്നത് ഈ കേസുകൾ കൂടുതൽ വരുന്നത് കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നത് കൊണ്ടാണ്. എങ്കിലും ഈ 35% അതൊരു വലിയ കണക്കല്ലേ? 35% എന്ന് പറയുന്നത് നമ്മൾ മുമ്പത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന 2019 മുമ്പുള്ള കണക്ക് എടുത്ത് നോക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് മുമ്പുള്ള നമ്മളൊരു 5 വർഷവും 7 വർഷവും എടുത്ത് പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ പനി കൊണ്ടുണ്ടാകുന്ന മരണങ്ങളുടെ ഈ പറഞ്ഞ എണ്ണത്തിനകത്ത് ഈ ഇത്രയും ഒരു വലിയ ഒരു ഇൻക്രീസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് എന്റെ നമ്മളിപ്പോ ഈ കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ 2019 മുമ്പുള്ള വർഷങ്ങളിൽ. നമുക്കിപ്പോ 2019 ശേഷമാണല്ലോ കോവിഡ് വന്നിട്ടുള്ളത്, ആ എപ്പിഡമിക് വന്നിട്ടുള്ളത്. അപ്പൊ എപ്പിഡമിക്കിന് മുമ്പുള്ള വർഷങ്ങളിലെ ഈ പറയുന്ന ഇതേ സമയത്തുള്ള പനിയുടെ തോത് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് അത് ഇങ്ങനെ ഒരു വലിയൊരു ഇൻക്രീസ്ഡ് ഒരു എപ്പിഡമിക്കിന്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ള ഇത്രയും ഒരു 35% അലാമിംഗ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനുവേണ്ടി മുൻകരുതൽ എടുക്കണമോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ബാക്കി ചികിത്സാ സംവിധാനം ഒരുക്കണമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ തയ്യാറായിരിക്കേണ്ടതാണ്. പക്ഷെ എപ്പിഡമിക് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഒരു അലാമിംഗ് ആയിട്ട് പടർന്നു പിടിക്കുന്ന നമ്മൾ നേരത്തെ 2019 മുതൽ 2022 വരെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഓക്കെ, ശരി ഡോക്ടർ. അപ്പോൾ അങ്ങനെ അതെ ശരി, അത്രയും അലാമിംഗ് അല്ല എങ്കിലും ഈ തരത്തിൽ 35% ഇന്നും മരണം ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രായമായവർക്ക് അത് ബാധിക്കുന്നുമുണ്ട്, കൂടുതലായിട്ടും മരണങ്ങളിലേക്ക് കടക്കുന്നുമുണ്ട്. അത്രയും വെൽ എക്യുപ്ഡ് ആണോ കേരളത്തിലെ ആശുപത്രികൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖല, അത് സർക്കാർ തലത്തിൽ അത്രയും എക്യുപ്ഡ് ആണോ ഇപ്പോൾ? 2019-22 മുതൽ നമ്മളൊരു എക്സ്പീരിയൻസ് എടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും നമ്മൾ എക്സ്പീരിയൻസ് ആണ്. വാസ്തവത്തിൽ നമ്മൾ ഇത് നേരിടാൻ വേണ്ടിയിട്ട്
വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ പോലും നമ്മൾ മെഡിക്കൽ കോളേജുകളിലെല്ലാം എല്ലാ സ്ഥലത്തും ഐസൊലേഷൻ വാർഡുകൾ, ഐസൊലേഷൻ ICUs എന്തായാലും തീർച്ചയായും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമ്മളിപ്പോ ഇതിനകത്ത് തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതിനകത്ത് C കാറ്റഗറിയിൽ വരുന്നത് വളരെ കുറവാണ്. അപ്പോ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടവരുടെ എണ്ണം തീർച്ചയായിട്ടും കുറവാണ്. ഈ ഒമൈക്രോൺ എടുക്കുമ്പോൾ തന്നെ അത് വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത് എന്നുള്ളതല്ലാതെ തീവ്രത ഏറ്റവും കൂടുതലുള്ള ഒരു 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 വൈറസ് അല്ല വാസ്തവത്തിൽ ഈ പറയുന്ന ഇപ്പോൾ വന്നിട്ടുള്ളത്. പടർന്ന് പിടിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ തീവ്രത എത്തുന്ന ആൾക്കാരുടെ എണ്ണം, ഈ രോഗം പിടിക്കുന്നവരിൽ എത്ര പേർക്ക് തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് തുലോ കുറവാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കേരളത്തിലുടനീളമുള്ളത്. മുമ്പത്തെക്കാട്ടി ഒരു വ്യത്യസ്തമായ സാഹചര്യം നിലനിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രികൾ, മുമ്പൊക്കെ നമ്മള് സർക്കാർ ആശുപത്രികൾ മാത്രമായിരുന്നു കോവിഡ് ചികിത്സയിൽ നമ്മൾ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ആശുപത്രികൾ ഡിറ്റക്ട് ചെയ്യുമായിരുന്നെങ്കിൽ പോലും അവരത് ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഏർപ്പാടായിരുന്നു കഴിഞ്ഞ എപ്പിഡമിക്കിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോ അതിന്റെ അവസാനം വന്നപ്പോൾ പോലും ഈ പ്രൈവറ്റ് ആശുപത്രികൾ ചികിത്സിക്കുവാനുള്ള ഒരു ശേഷി നേടിയിരുന്നു എന്ന് മാത്രമല്ല അവർ വളരെ നന്നായിട്ട് ഈ കാര്യത്തിനകത്ത് അവരുടെ ഇൻവോൾവ്മെന്റ് വളരെ നന്നായിട്ട് ഇപ്പോഴുണ്ട്. അവർ റെഫർ ചെയ്യുന്നില്ല. അപ്പോ തീർച്ചയായിട്ടും ഇതൊരു നേരത്തെ ഇല്ലാതിരുന്ന ഒരു ബെഡ് സ്ട്രെങ്തും ഹ്യൂമൻ റിസോഴ്സ് സ്ട്രെങ്തും ബാക്കിയുള്ള റിസോഴ്സും ഒക്കെ പ്രൈവറ്റ് മേഖലയിൽ തുറന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു അപ്സർജ് ഉണ്ടായാൽ പോലും നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിനകത്ത് ഓക്സിജൻ ആയാലും മരുന്നിന്റെ കാര്യത്തിനായാലും നേരത്തെ തന്നെ നമ്മുടെ എല്ലാ ജില്ലാ ആശുപത്രികൾ മുതൽ ഇതിനകത്ത് സജ്ജമായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. നമുക്ക് നേരത്തെ നമ്മൾ ഡോക്ടർ അതാ ഒരു പ്രൈമറി വിലയിരുത്തൽ അവിടെ നിന്ന് ഞാൻ ഡോക്ടറിലേക്ക് തിരികെ എത്താം.